സ്ക്രീനിൽ ഫസ്റ്റ് കാണുന്നത് ഡെക്സ് ആപ്പ് എന്ന് കാണാം. ഡെക്സ് ആപ്പ് ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ആണ്, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നമുക്കറിയാം ഡീസെൻട്രലൈസ്ഡ് പ്രോജക്ട്സ് എന്താണെന്ന് ഒരു പക്ഷേ ഇപ്പോ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന പല ആളുകളും സംബന്ധിച്ചറിയാം. അത്തരത്തിലുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് ട്രസ് എന്നുള്ളത്. അപ്പൊ ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് നമുക്കറിയാം, അത് ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനോ നമുക്ക് ഓൾട്ടർ ചെയ്യാനോ അതല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അത് നമുക്ക് 24/7 നമുക്ക് ഇലക്ട്രിസിറ്റി അതുപോലെ ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ അത് റൺ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഈ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് ഇന്ന് നിലവിൽ ആളുകൾ വാങ്ങിച്ചുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് അറിയാം ഈ ഒരു കൗണ്ട് എന്ന് പറയുന്നത് $27,68,250 ഇന്ന് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വരുമാനമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ വിഡ്രോവൽസ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 99,405 വിഡ്രോവൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതവിടെ കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയും ഇൻകം നിലവിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ടെസ്.com എന്നുള്ളത്. അപ്പൊ പല ആളുകളും സംശയം ഉണ്ടായി എങ്ങനെ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഈ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യുന്നുള്ള ഒരു ടോക്കൺ, അത് ICO ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ICO അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയും. ഞാൻ ജസ്റ്റ് ഈ വെബ്സൈറ്റും കാര്യങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഇതൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്രോജക്ട് ടെസ്, ആ കോയിന്റെ സിമ്പൽ എന്താണ്, എത്രയാണ് ടോട്ടൽ കോയിൻ ഉള്ളത്, അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പബ്ലിക്കിലേക്ക് എത്ര എത്തിക്കുന്നുണ്ട്, പ്രൈവറ്റ് സെയിൽ എത്രയാണ്, അതിന്റെ കോൺട്രിബ്യൂട്ട്. അപ്പോൾ നമുക്ക് ഏതൊരു ഇതാണെങ്കിലും അതിന്റെ ടോക്കണോമിക്സ് ഉണ്ടാവും. ആ ടോക്കണോമിക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതിന്റെ വെരിഫൈഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട്, നമ്മൾ സ്മാർട്ട് കോൺട്രാക്ട് അത് വെരിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് BSC സ്കാനിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ BSC സ്കാനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റും എത്ര ഹോൾഡേഴ്സ് ആ ടോക്കൺ ഉണ്ട് തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് എന്താണ്, ഓരോ ഇൻസ്റ്റന്റിലും നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും ഈ കോയിനിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എത്ര ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്, എത്ര ഹോൾഡേഴ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ പ്രോജക്റ്റ് ഞാൻ പറഞ്ഞു ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗെയിംസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇനി ഈ പ്രോജക്റ്റിൽ ഞാൻ പറഞ്ഞു ഏത് കമ്പനി ആണെങ്കിലും ഇപ്പൊ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ആണ്. എന്നാൽ ഏത് ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും അതിന് യൂട്ടിലിറ്റിക്ക് വേണ്ടി പ്രോജക്റ്റുകൾ റൺ ചെയ്യാതെ ഒരു കമ്മ്യൂണിറ്റി വാങ്ങിച്ചുകൊണ്ട് ഒരു കാരണവശാലും ആ ഒരു ക്രിപ്റ്റോ കറൻസി എന്ത് ചെയ്യില്ല, ഒരു ഹൈക്കിലേക്ക് വരില്ല. ഇപ്പൊ മേ ബി ഇപ്പൊ നമ്മളൊരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള കോയിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ, ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ വാങ്ങിക്കും, അവരത് കീപ്പ് ചെയ്യും, അതിനനുസരിച്ച് പ്രൈസ് കയറി വരും. പക്ഷെ അതേ കമ്മ്യൂണിറ്റി അതേ ക്വാണ്ടിറ്റി സെല് ചെയ്യുമ്പോൾ വീണ്ടും ടോക്കൺ എന്ത് ചെയ്യും, താഴോട്ട് വരും. അതുകൊണ്ടാണ് പബ്ലിക്കിലേക്ക് ഒരു യൂട്ടിലിറ്റി ഇല്ലാതെ ഒരു കോയിനും ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പല ആളുകളും ക്രിപ്റ്റോ പ്രോജക്റ്റുമായിട്ട് വന്ന് അവർ പറയുന്ന കാര്യങ്ങൾ ഇതാണ്, കമ്മ്യൂണിറ്റി വാങ്ങുന്നു, ഒരു കമ്മ്യൂണിറ്റി ക്രിയേഷൻ ആണ് ഈ പ്രോജക്റ്റ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് അത് മാത്രമായിട്ട് റൺ ചെയ്യുന്ന കമ്പനികളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക ഒരിക്കലും ആ പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കോയിൻ എവിടേക്ക് എത്താൻ പോകുന്നില്ല. കാരണം ആ കമ്മ്യൂണിറ്റി വാങ്ങുന്നതിനനുസരിച്ച് പ്രൈസ് കൂടും. അവർ അതേ കോയിൻ സെല് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പ്രൈസ് കുറയുകയും ചെയ്യും. അപ്പൊ അതിലൊരു ചേഞ്ചും ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ നേരെ മറിച്ച് നമ്മളെ കമ്പനിയുടെ പ്രോജക്ട്സ് ആണ് ടെസ് ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി നമുക്കറിയാം ചാറ്റ് ജി പി ടി പോലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ടെസ് ചാറ്റ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആണ്. ഇത് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് എന്നുള്ളതിന് അവിടെ കൃത്യമായിട്ട് നമ്മളിപ്പോൾ ചാറ്റ് ജി പി ടി ബേസ് ചെയ്ത് നമ്മൾ ഇപ്പൊ എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ചാറ്റ് ജി പി ടിനോട് ചോദിച്ചിട്ടാണ്. കാരണം നമുക്കറിയാം AI നമ്മുടെ ലൈഫിൽ വലിയൊരു റോൾ ഉണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ AIക്ക് ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇതിലേക്ക് AI വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കാര്യങ്ങൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു റെസ്പോൺസ്, ഇപ്പൊ ഞാനൊരു ഫിസിക്സ് എന്നുള്ളൊരു ഇത് സെർച്ച് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് എന്താണോ അതുമായി റിലേറ്റ് ചെയ്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് കമ്പനിയുടെ ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വേറെ ഇപ്പൊ നമുക്കറിയാം ചാറ്റ് ജി പി ടി നമ്മൾ മുമ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആദ്യം ഫ്രീ ആയിട്ടാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ ജിയോ നമുക്കറിയാം ഇന്റർനെറ്റ് സൗജന്യമായിട്ട് കൊടുത്തു. പിന്നീട് അതിന് റെസ്ട്രിക്ഷൻ, ഇതേപോലെ ഇപ്പൊ എന്ത് ലിമിറ്റേഷൻസ്, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇമേജസ് അപ്ലോഡ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ, ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ അത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അത് പർച്ചേസ് ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ ഫീച്ചേഴ്സ്. സെയിം വേലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് പർച്ചേസ് ചെയ്ത് നമ്മൾ ടോക്കൺ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പൊ അവിടെ യൂട്ടിലിറ്റി ആണ്. ആരും ആ കോയിൻ വാങ്ങിച്ചെന്ന് എന്ത് ചെയ്യുന്നില്ല, സേവ് ചെയ്ത് വെക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു 100 പ്രോംപ്റ്റിലേറെ നമ്മൾ ഇവിടെ കമാൻഡ്സ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു റിവാർഡ് കൂടി കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളെ ടോക്കൺ ആയിട്ടാണ് കമ്പനി കൊടുക്കുന്നത്. അതോടൊപ്പം ടോക്കൺ പബ്ലിക്കിലേക്ക് എത്തും. അത് മാത്രമല്ല, ഇത്രയേറെ പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റത്തിന്റെ ആക്യുറസി അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് കൂടിക്കൊണ്ടിരിക്കും. അതാണ് എപ്പോഴും AI ഡ്രിവൺ. അപ്പൊ അതുപോലെ ഒരു AI ചാറ്റ് ഓപ്ഷൻ കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റൺ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ചാറ്റ്, ഇപ്പൊ നമ്മൾ കുറിയൊക്കെ നടത്തുന്ന പോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇവിടെ ഡീസെൻട്രലൈസ്ഡ് ആണ് ഈ പ്രോജക്റ്റ്. ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു ജാക്ക് പോട്ടിൽ പങ്കെടുക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അതിന്റെ നറുക്കെടുപ്പ് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത, ഈ ഒരു ജാക്ക് പോട്ടിന്റെ 70% പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇപ്പൊ പല ജാക്ക് പോട്ടുകളും പല പ്രൈസിങ് സംവിധാനങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ്. ബാക്കി 30% കമ്പനി ലിങ്കുമാണ്. ഇത് സോഷ്യൽ മീഡിയ വഴി കമ്പനി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കമ്പനിയിലേക്ക് ഒരു 30%ഓളം ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ടെസ്റ്റ് ജാക്ക് പോട്ട് എന്നുള്ളത്. ഞാൻ കുറച്ചൊന്ന് ഫാസ്റ്റ് ആയിട്ട് പോകുന്നു, ഇതിന്റെ കാര്യങ്ങളെല്ലാം പറയാനുള്ള ടൈം നമുക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോകുന്നു. അപ്പൊ ഒരു പ്രോജക്റ്റ് ടെസ്റ്റ് ജാക്ക് പോട്ട്, ഒരു ജാക്ക് പോട്ട് പോലെ നമുക്ക് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കോയിൻ, നമ്മുടെ കമ്പനിയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കാര്യമാണ് ടെസ്റ്റ് കോയിൻ. അത് നമ്മളിവിടെ ICOയിൽ വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ICO എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ, ഇനിഷ്യൽ കോയിൻ ഓഫറിംഗിൽ ഒരു കമ്പനി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കോയിന് വെക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കപ്പാസിറ്റിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പല കമ്പനികളും അവർ മാർക്കറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ചെറിയ എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്ത് പബ്ലിക്കിലേക്ക് അനൗൺസ് ചെയ്തിട്ടാണ് പല ചെയ്യുന്നതെങ്കിൽ, ICO വെച്ച് നമ്മൾ ചെയ്യണമെങ്കിൽ, ഇനിഷ്യൽ കോയിൻ ഓഫറിംഗ് വെച്ച് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷനിൽ കോയിൻ അലൗഡ് ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ പബ്ലിക്കിൽ വലിയൊരു ഡിസ്കഷൻ വരും ഈ കോയിനെ പറ്റിയിട്ട്, ഈ കോയിന്റെ പ്രോജക്റ്റുകളെ പറ്റിയിട്ട്. അത്തരത്തിലുള്ള നല്ല പ്രോജക്റ്റുകളാണെങ്കിൽ മാത്രമേ അത് പബ്ലിക്കിലേക്ക് ആളുകൾ ഏറ്റെടുക്കുള്ളൂ. എന്നാൽ ഈ ഒരു കമ്പനി നിലവിൽ റൺ ചെയ്യുന്ന പ്രോജക്റ്റുകൾ, അതിന്റെ ഗെയിംസ്, അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അവയർനെസ് പബ്ലിക്കിലേക്ക് ടെലിഗ്രാം വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും എക്സാൻഡൽ വഴിയും നമ്മൾ ട്വിറ്റർ വഴിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ എത്തുന്നു. അവിടെ കൃത്യമായിട്ടുള്ള ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പബ്ലിക്കിനെ സംബന്ധിച്ച് ഈ ഒരു കോയിനെ കുറിച്ചുള്ള അവയർനെസ് കൃത്യമായിട്ട് മാർക്കറ്റിൽ എത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഈ കോയിൻ ആളുകൾ വാങ്ങിച്ച് ഹോൾഡ് ചെയ്യും. കാരണം തീർച്ചയായിട്ടും എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ICOയിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുള്ള ഒരു കറൻസിയാണ് എത്തേറിയം എന്ന് പറഞ്ഞ കറൻസി. അത് ICO വെച്ച സമയത്ത് അതിന്റെ വാല്യൂ $0.14 ഒക്കെ ആയിരുന്നു. അപ്പോൾ വളരെ ചെറിയ പ്രൈസിലാണ് ICOയിൽ വെച്ചത്. പക്ഷെ അതിന്റെ പ്രോജക്റ്റുകൾ കൃത്യമായതുകൊണ്ട് തന്നെ അത് ഒരു 1 ഇയർ, ആഫ്റ്റർ 1 ഇയർ ICO കഴിഞ്ഞ് പബ്ലിക്കിലേക്ക് എത്തിയപ്പോൾ, അല്ലെങ്കിൽ ലിസ്റ്റിംഗ് കഴിഞ്ഞ സമയത്ത് അതിന്റെ പ്രൈസ് $1000 മുകളിലാണ്. എന്ന് പറഞ്ഞാൽ 10,000 ഇരട്ടിയോളം. അപ്പൊ ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് അതിന്റെ 10,000 മടങ്ങ് എമൗണ്ട് കിട്ടുക വലിയൊരു ക്വാണ്ടിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ICOയിൽ കൃത്യമായിട്ട് പ്രോജക്റ്റുകൾ കാണിച്ച് പബ്ലിക്കിലേക്ക് എത്തുന്ന കറൻസി, അത്രയും കോൺഫിഡന്റ് ആയ കമ്പനിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ വലിയൊരു അസറ്റ് ആയിട്ട് മാറാനുള്ള ഒരു കാര്യമാണ് ടെസ്റ്റ് ടോക്കൺ എന്നുള്ളത്. അപ്പൊ ഇതിൽ എന്തൊക്കെ പ്രോജക്ട്സ് ആണ് കമ്പനി റൺ ചെയ്യുന്നത്? ആ റൺ ചെയ്യുന്ന പ്രോജക്ട്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ കമ്പനിയുടെ ഗെയിംസ് ഹബ്ബ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ഞാൻ 2 പ്രോജക്റ്റ് പറഞ്ഞു. അതല്ലാതെ തന്നെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള പ്രോജക്ട്സ് ആണ് ഇപ്പൊ കമ്പനിയുടെ ഒരു ഗെയിം ടെസ്റ്റ് ഷൂട്ടർ എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിംസ് ആണ്. ഇത് പല ആളുകളെ സംബന്ധിച്ചു നമ്മൾ മാർക്കറ്റിൽ കാണാം. അപ്പൊ ഇത് ഓൾറെഡി നമുക്ക് ഈ ഗെയിം യൂസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ടെസ്റ്റ് ടോക്കൺ വെച്ച് നമുക്ക് ആ ഗെയിം സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൽ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, മറ്റു പല ഗെയിംസും നമുക്കൊരു എന്റർടൈൻമെന്റ് മാത്രമാണെങ്കിൽ നന്നായിട്ട് കളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇവിടെ നമുക്കൊരു റിവാർഡ് ടോക്കൺ ആയിട്ട് അവരിലേക്ക് എത്തുന്നുണ്ട്. അത് നാളുകളിൽ അവർക്കുള്ള ഒരു അസറ്റ് ആയിട്ട് മാറും. അപ്പൊ അതിനുള്ള ഒരു അവയർനെസ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പല ആളുകളും, നല്ല പ്ലേയേഴ്സ് ഒക്കെ വരുന്ന ആളുകൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യും. ഇത്തരത്തിലുള്ള വലിയ പ്രോജക്റ്റോട് റൺ ചെയ്യുന്ന കോയിൻസ് ഇതിലേക്ക് വരുന്നു. അപ്പൊ അത് ഒരു ഗെയിം മാത്രമല്ല, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രസ്, ക്രഷ്, നമ്മളെ ക്യാൻഡി ക്രഷ് ഒക്കെ പോലുള്ള ഗെയിം ഓൾറെഡി ഇന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിലവിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരുപാട് ഗെയിംസ്, ഇപ്പൊ പെപ്പെ കുബേര പോലുള്ള, ഹാംസ്റ്റർ കോമ്പാക്ട് പോലുള്ള ഗെയിമുകൾ, അപ്പൊ അതൊക്കെ ടെലിഗ്രാം ടാപ്പ് ചെയ്ത്, അങ്ങനെ നിലവിൽ ഇപ്പൊ ഈ ഒരു വർഷം കൊണ്ട്, ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിരവധി ഗെയിമുകളും പ്രോജക്റ്റുകളും സ്റ്റാർട്ട് ചെയ്ത ലോകത്ത് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ക്രിപ്റ്റോയില് എന്റെ അറിവിൽ വേറൊരു കമ്പനി ഇല്ല.
കാരണം ഇതുവരെ നമ്മൾ അത്തരത്തിലുള്ള ഒരു കമ്പനിയെ കുറിച്ച് കേട്ടിട്ടില്ല. കാരണം പ്രോജക്റ്റുകളൊക്കെ വരുമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോയിൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം അതിൽ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി കാണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ടെസ് എന്നുള്ളത്. അപ്പൊ ഇതില് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ നമുക്ക് അതിന്റെ ഗെയിംസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെസ് എന്ന് പറഞ്ഞ ഒരു റിയൽ എസ്റ്റേറ്റ് കൂടി കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അതിന്റെ ബാക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എയ്ത്ര എന്ന് പറഞ്ഞുള്ള ഒരു വെർച്വൽ വേൾഡ് കാണാം. അപ്പൊ നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി എപ്പോഴും ലോകം തന്നെ അപ്ഡേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ വെർച്വൽ റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം മുമ്പാണെങ്കിൽ ഒരാൾക്ക് സ്വപ്നം പോലും ആളുകൾക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പൊ നമ്മളെ മുമ്പിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ചന്ദ്രനിൽ, ചൊവ്വയിൽ, അല്ലെ പല സ്ഥലങ്ങളിലും സ്ഥലം വാങ്ങിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ എന്താ വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്. ഇതുപോലെ തന്നെ നമ്മളൊരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാഷിന് ഇക്വലന്റ് ആണ്. ഇനി ഒരു NFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്രിയേറ്റിവിറ്റി, നമ്മളൊരു ആർട്ടോ അല്ലെങ്കിൽ ഒരു സോങ്ങോ മ്യൂസിക്കോ അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള മറ്റൊരു അസറ്റോ ആയിട്ട് നമുക്ക് കാണാം. നമ്മളെ വീട്ടിൽ നമുക്കുള്ള സ്ഥലം ആ ഒരു കൺസെപ്റ്റിലാണ് വെർച്വൽ, അതിന് ഇക്വലന്റ് ആയിട്ടുള്ളതാണ് വെർച്വൽ റിയൽ എസ്റ്റേറ്റ്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ള ബെനിഫിറ്റ്, നമുക്ക് എവിടെ വേണമെങ്കിലും ഈ വെർച്വൽ വേൾഡിൽ സ്ഥലം വാങ്ങിക്കാം. ഇപ്പൊ ഇവിടെ ഞാനൊരു പ്ലോട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ കാണിച്ചിട്ടുണ്ട് അതിന് ആവശ്യമുള്ള അതിന്റെ ടെസ് വാല്യൂ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത്രയും എമൗണ്ട് ടെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പോയിന്റിൽ സ്ഥലം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ടെസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ ഈ സ്ഥലം ബുക്ക് ചെയ്യാം. ഇനി സപ്പോസ് ഇപ്പൊ നമ്മൾ വേറൊരാൾ വന്നു അതിന് തൊട്ടടുത്ത്, ഇങ്ങനെ നമ്മളൊരു കമ്മ്യൂണിറ്റി നമുക്ക് പബ്ലിക്കിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ ആവശ്യമുള്ള ആളുകളൊക്കെ ഇവിടെ സ്ഥലം വാങ്ങിക്കും തോറും തീർച്ചയായിട്ടും അതിന്റെ സ്ഥലത്തിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു റിസൾട്ട് എന്താ വെച്ചാൽ ഇതൊക്കെ യൂട്ടിലിറ്റിയാണ്. നമ്മളെ ഗെയിംസിന് വേണ്ടിയിട്ട് ടോക്കൺ വാങ്ങുന്നു, അത് അവിടെ യൂസ് ചെയ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ഗെയിംസിന് വേണ്ടി ടോക്കൺ വാങ്ങിച്ച ഒരാൾ പിന്നീട് അത് മാർക്കറ്റിൽ സെല്ല് ചെയ്യില്ല. അപ്പൊ പല കമ്മ്യൂണിറ്റിയിലും വരുന്ന കേസ് എന്ന് പറഞ്ഞത് ആളുകൾ ടോക്കൺ വാങ്ങിച്ചു, അത് ട്രസ്റ്റ് വാലറ്റിലോ മറ്റെവിടെയെങ്കിലും വെച്ചു, പിന്നെ മാർക്കറ്റ് വരുന്ന സമയം, ഹൈ ആവുന്ന സമയത്ത് ആളുകൾ സെല്ല് ചെയ്യും. എപ്പോഴും ആ സെല്ലിംഗ് പ്രഷർ അവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ടോക്കൺ എപ്പോഴും ഇവിടെ യൂട്ടിലിറ്റി ആയിട്ടാണ് വരുന്നത്, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. പല ഗെയിമുകളും സബ്സ്ക്രൈബ് ചെയ്യാൻ, അല്ലെ ടെസ്റ്റ് ജാക്ക്പോട്ടിന് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചാറ്റിന് വേണ്ടി യൂസ് ചെയ്യാം. ഇതൊക്കെ ഫ്യൂച്ചറിൽ അപ്പോൾ അത് അവിടെയൊക്കെ യൂസേജാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്കൊരു ബൈയിങ് പ്രഷറാണ് മാർക്കറ്റിൽ ഉണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മളിവിടെ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടു, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്കറിയാം നമ്മൾ വീട്ടിൽ ഒരു 5 സെന്റ്, ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് വിറ്റ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ക്യാഷ് ആക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യില്ല. കാരണം അത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, ക്യാഷ് ആണെങ്കിൽ നമ്മൾ ചെലവാക്കും. ഇതുപോലെ തന്നെ നമ്മളിവിടെ പല ആളുകളും വാങ്ങിച്ചിട്ട് സ്ഥലം അതിന് പ്രൈസ് കൂടുമ്പോൾ അവരെല്ലാം അത് സൂക്ഷിക്കും. അപ്പൊ ആ ക്വാണ്ടിറ്റി അവർ സെല് ചെയ്യുമ്പോൾ പോലും മറ്റൊരാളായിരിക്കും ഈ സ്ഥലം വാങ്ങിക്കുന്നുണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും അവരും ടെസ്റ്റ് ടോക്കൺ ഉപയോഗിച്ചായിരിക്കും വാങ്ങുക. ഒരിക്കലും എക്സ്ചേഞ്ചിലേക്ക് അത്തരത്തിലുള്ള ടോക്കൺ എത്തില്ല. അത് നമ്മളെ ടോക്കൺ വലിയ രീതിയിലുള്ള ഒരു എന്ത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ഹൈപ്പിലേക്ക് മാർക്കറ്റ് കൊണ്ടുപോയി. ഇത് കമ്പനി അതിന്റെ ഭാഗമായിട്ട് ഇതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വെർച്വൽ വേൾഡിലാണ് കമ്പനി എന്ത് ചെയ്യുക, റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്ലോട്ടിലൂടെ ആണെങ്കിൽ അതിനുള്ള ഒരു റെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന പോലെ പ്ലാൻ, അതൊക്കെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പ്രോജക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് കമ്പനിയുടെ പ്രോജക്റ്റ് കാര്യങ്ങളുമാണ്. ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം പല ആളുകളും സംബന്ധിച്ചും സംശയം ഉണ്ടാവും. പല ക്രിപ്റ്റോയും വരുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ നമുക്ക് അതിലൂടെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നൊക്കെ ഡൗട്ടുള്ള ആളുകളുണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു പോയത്. ഇനി എന്താണ് ഈ പ്രോജക്റ്റ് കൊണ്ട് നമുക്ക് ഈ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ ടോട്ടൽ പ്രോജക്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്താണ് നമ്മളെ ബെനിഫിറ്റ്, ഇതാണ് ഞാൻ ഇപ്പോ സംസാരിക്കാൻ പോകുന്നത്. നമ്മള് പ്രോജക്റ്റിന്റെ പേര് പ്രോജക്ട് ടെസ് എന്നാണ്. ഒരു ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട് വെച്ച് റൺ ചെയ്യുന്ന ഒരു നമ്മളെ ബ്ലോക്ക് ചെയിൻ ഏതാണ്, BSC BEP20, അതായത് നമ്മളെ ബിനാൻസിന്റെ ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ് നമ്മളിവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ടെസ് എന്ന് ചോദിച്ചാൽ, ഈ ഒരു ക്രിപ്റ്റോ മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും ഒരു ബെനിഫിറ്റ് ഉള്ള രീതിയിൽ ഒരു പ്രോജക്റ്റ് റൺ ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ ഉദ്ദേശം. അതോടൊപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് കമ്പനി ഇൻസ്പയർ ആയെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് കാണാം ഡോജ് കോയിൻ എന്നുള്ള ഒരു കോയിന്റെ ഡെവലപ്മെന്റ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എലോൺ മസ്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാൻ മതി. അപ്പൊ ഇത്രയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലേക്ക് വളരെ പെട്ടെന്ന് മാർക്കറ്റിൽ എത്തിയ ഒരു കറൻസിയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടാണ് കമ്പനിക്ക് ഒരു ഇൻസ്പിറേഷൻ, ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് റൺ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ വന്നത്. ഇനി സ്മാർട്ട് കോൺട്രാക്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള
നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റാത്ത, ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റാത്ത ഒരു കോൺട്രാക്ട് എന്ന് പറയാം, നമുക്കൊരു എഗ്രിമെന്റ് നമുക്കറിയാം. അതുപോലെ നമ്മൾ മേക്ക് ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു എഗ്രിമെന്റ് ഭാഗമായിട്ടാണ്. ഇത് ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മളിപ്പോൾ ഉള്ള ആളുകൾ, നമ്മൾ പറഞ്ഞു വലിയ പ്രോജക്റ്റ് ആണ്, നമുക്കറിയാം വലിയ വലിയ പ്രോജക്റ്റുകൾ വലിയ കമ്പനികളായിട്ട് വരുമ്പോൾ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് കിട്ടും. ഇവിടെയും അതേപോലെ തന്നെയാണ്. നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മളെ ബെനിഫിറ്റ് എന്താ ചോദിച്ചാൽ, ഒരു ഡെയിലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ 0.7 to 1.2 നമുക്ക് ഡെയിലി ഒരു ഇൻകം ആയിട്ട് കമ്പനി തരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടോ? അപ്പൊ പല കമ്പനികളും ചെയ്യുന്ന കാര്യം എന്താണ്, നമ്മൾ ക്യാഷ് വാങ്ങിച്ച് അതിൽ ഫണ്ട് റൊട്ടേഷൻ പോലെ ഫണ്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് കമ്പനി 4 സെഗ്മെന്റിൽ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വരുമാനം തരുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു ഒരു വലിയൊരു ഷോപ്പിംഗ് മാളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് വെച്ചിട്ട് ഒരു സെക്ടർ കമ്പനി ചെയ്യുന്ന ഫോറക്സ് ട്രേഡിംഗ് എന്നൊരു സെഗ്മെന്റ് കമ്പനിക്ക് ഉണ്ട്. കൃത്യമായിട്ട് P&L കീപ്പ് ചെയ്തിട്ട് വർഷങ്ങളായിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു, ട്രേഡ് ചെയ്യുന്ന ഒരു പ്രൊഫൈലുള്ള കമ്പനിയാണ് അത്. ആ ഒരു സെഗ്മെന്റ് ഇത് ചെയ്യുന്നു. അതോടൊപ്പം ഞാൻ പറഞ്ഞു, ക്രിപ്റ്റോ കറൻസി ഡെവലപ്പ് ചെയ്യാനും അതിന്റെ Web3 ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും വേണ്ടി കമ്പനി വർക്ക് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ടെസ് കറൻസി നമുക്കറിയാം, അത് അതിന്റെ യൂട്ടിലൈസേഷന് വേണ്ടി ടെസ് ചാറ്റ് വരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഗെയിംസ് വരുന്നു. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞോണം വെർച്വൽ റിയൽ എസ്റ്റേറ്റ് വരുന്നു. ഇങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ വെച്ച് ഈ ഒരു കറൻസിയുടെ ഡെവലപ്മെന്റ് അത് കമ്പനിയുടെ ഒരു ഇൻകം ജനറേഷൻ ആണ്. അതുപോലെ ടെസ് പേയ്മെന്റ് പ്ലാറ്റ്ഫോം വരുന്നുണ്ട്, ഒരു ക്രിപ്റ്റോ കാർഡ് എന്നുള്ള സംവിധാനം. നമുക്ക് ഏത് രാജ്യത്തും അതാത് കറൻസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന, സ്വൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിപ്റ്റോ കാർഡ് കൂടി കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോറി. അതുപോലെ തന്നെ കമ്പനി ബ്ലോക്ക് ചെയിൻ, ഇന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് പഠിപ്പിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയിനും Web3 ലേണിംഗ് അക്കാദമി കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കമ്പനിയുടെ ഡെമോ കോഴ്സസ് ആണ് ഫസ്റ്റ് അവൈലബിൾ ആവുന്നത്. പിന്നീട് അത് പെയ്ഡ് കോഴ്സസ് ആയിട്ട് കമ്പനി കൊടുക്കുന്നു. ഇതിനു വേണ്ടി UK ബേസ് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ടൈപ്പിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇൻകം ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇനിയിപ്പോ ഇതിൽ ഇത്രയും കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നാം, എങ്ങനെയാണ് ഈ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യുക? നമ്മൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്കൊരു ഡീസെൻട്രലൈസ്ഡ് ആപ്പ് വേണം, അല്ലെങ്കിൽ ഒരു വാലറ്റ് വേണം. അത് ഇപ്പൊ ടോക്കൺ പോക്കറ്റോ അതല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റോ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു വാലറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിലൊരു റഫറൽ ലിങ്ക് വഴി നമുക്കൊരു ID ജനറേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മിനിമം ഒരു $100 ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. നമ്മളെ ട്രസ്റ്റ് വാലറ്റ് ഒരു $100 ഉണ്ടെങ്കിൽ ആ $100 വെച്ച് നമുക്ക് നമ്മളെ ID നമുക്ക് ആക്ടിവേഷൻ ചെയ്യാം. $100 മാത്രമാണോ? അല്ല, അത് $250, $500, $1000 ഇങ്ങനെ ഏതും ചെയ്യാം. മിനിമം $100 ആണ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഡെയിലി അതിന്റെ 0.7 to 1.2% കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇന്ത്യൻ കറൻസി ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു 1,00,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്ക്, അല്ലെങ്കിൽ 1,00,000 രൂപയുടെ USDT ചെയ്യാണെന്ന് വിചാരിക്കാം, ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 700 രൂപ തൊട്ട് 1,200 രൂപയുടെ USDT നമുക്ക് ഡെയിലി വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് 700 രൂപ മുതൽ 1,200 രൂപ വരെ ഒരു ദിവസം നമുക്ക് ലഭിക്കാം. ഇനി പലർക്കും സംശയമുണ്ട്, ഇത് എത്ര കാലം ലഭിക്കും? ഇത് ലഭിക്കുന്ന ഇതാണ്, നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ്മെന്റ് 1,00,000 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡബിൾ ആകുന്നവരെ, എന്ന് പറഞ്ഞാൽ 2,00,000 രൂപ വരെ നമുക്കിത് ലഭിക്കും. അപ്പൊ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു, ഡെയിലി 0.7 to 1.2 വെച്ച് നമുക്ക് എപ്പോഴാണ് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് 2x ആവുന്നത്, 2 മടങ്ങാവുന്നത്, അതുവരെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് $2,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അത് $4,000, $10,000 ചെയ്യുന്ന ആൾക്ക് $20,000. ഇത് ഒരു ഇൻവെസ്റ്ററുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഇതാണ് മാക്സിമം കിട്ടാവുന്നത്. ഇനി അതിൽ കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ ആ സമയ പീരീഡിനുള്ളിൽ നമ്മൾ അത് ടോപ്പ് അപ്പ് ചെയ്യുന്നു, വീണ്ടും അത് 2x കിട്ടുന്ന രൂപത്തിലേക്ക് മാറും. ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളല്ല, ഇതിൽ വർക്ക് ചെയ്യാനുള്ള ആളുകളെ സംബന്ധിച്ച് ഇതൊരു 4x ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് 4x മാറാൻ പറ്റുക? അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്കറിയാം, അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുമ്പോഴാണ് അവർ വർക്ക് ചെയ്യുക. അപ്പൊ അതിനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതിനെന്താണ് പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ പുതുതായിട്ട് നമ്മൾ റെഫർ ചെയ്താൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ 10% നമ്മളെ വാലറ്റിലേക്ക് കയറും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു $100 ആക്ടിവേഷൻ ചെയ്തു, 1,00,000 രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരാൾ ചെയ്താൽ, നമ്മളെ ലിങ്ക് ത്രൂ ചെയ്താൽ, അല്ലെ നമ്മളെ റെഫർ ലിങ്ക് വഴി ID അടിച്ച് ചെയ്താൽ, അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 10,000 രൂപ സ്പോട്ടിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് വരും. ഇപ്പൊ $1,000 ആണ് ചെയ്തെങ്കിൽ $10 നമ്മളെ അക്കൗണ്ടിലേക്ക്
$100 നമ്മളെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്പോട്ടിൽ കമ്പനി പേ ചെയ്യുന്നുണ്ട് 10%. ഇത് ഡയറക്റ്റ് റെഫറൽ ആണ്. അപ്പൊ നമ്മൾ ഒരാളെ മാത്രമേ നമുക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യാൻ പറ്റൂ? അല്ല, നമുക്ക് എത്ര പേരെ വേണമെങ്കിൽ ചെയ്യാം. രണ്ടാമതൊരാള് ചിലപ്പോൾ ഒരു $2000 നമ്മൾ റെഫറൽ ത്രൂ ചെയ്തു, അവർക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആവുന്നുണ്ട്. ഇനി വർക്ക് ചെയ്താൽ അതൊരു 4 മടങ്ങോളം ആവും. അതെങ്ങനെയാന്ന് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ എത്ര പേര് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ $2000 ഒരാൾ ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ സ്പോട്ടിൽ $200 നമുക്ക് വരുമാനമായിട്ട് വരുന്നുണ്ട്. ഇതിനാണ് ഡയറക്റ്റ് റെഫറൽ ബോണസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഡയറക്റ്റ് റെഫർ ചെയ്യാം. 5 പേരെ ചെയ്യാം, 10 പേരെ ചെയ്യാം, 100 പേരെ ചെയ്യാം. എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ ഡയറക്റ്റ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് വൺ ടൈം 10% കിട്ടുന്നു. അവിടെ നമുക്ക് സ്റ്റോപ്പ് ആവുന്നില്ല. അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ, കാരണം നമുക്കറിയാം 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 700 തൊട്ട് 1,200 രൂപ വരെ ഡെയിലി കിട്ടും. ആ ഡെയിലി കിട്ടുന്ന വരുമാനത്തിന്റെ 15% എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരാൾക്ക് ഒരു 1000 രൂപ ഡെയിലി കിട്ടുന്നുണ്ടെങ്കിൽ ആ 1000 രൂപയുടെ 15% 150 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര്, ഇപ്പൊ ഒരു 10 പേര് നമ്മളെ കൂടെ വരുന്നുണ്ടെങ്കിൽ 1,500 രൂപ നമുക്ക് ഡെയിലി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ലെവലിന് 10% ഡയറക്റ്റ് റെഫറൽ പ്ലസ് അവർക്ക് ഡെയിലി കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 15%വും നമ്മളിലേക്ക് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് ലെവലാണ്. ഇനി ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു സംശയം തോന്നാം, അവരിലൂടെ ബിസിനസ് നടക്കില്ലേ? തീർച്ചയായിട്ടും നടക്കും. അവരിലൂടെ ബിസിനസ് നടക്കുമ്പോൾ നമുക്ക് കിട്ടിയ അതേ ബെനിഫിറ്റ് അവർക്കും കിട്ടും. അത് മാത്രമല്ല, അവരിലൂടെ നടക്കുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ ലെവൽ 2 എന്ന് പറയാം. ഇപ്പൊ നമ്മളൊരു 10 പേരെ പരിചയപ്പെടുത്തി ബിസിനസ്സിൽ, അവർ ഒന്നോ രണ്ടോ പേരെ പരിചയപ്പെടുത്തിയാൽ പോലും 10-20 മെമ്പേഴ്സ് നമ്മുടെ സെക്കൻഡ് ലെവലിൽ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് 10% കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒരു 1000 രൂപ ഡെയിലി കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ, അല്ലെങ്കിൽ ഒരു 1000 രൂപ ഡെയിലി കിട്ടുന്നുണ്ടെങ്കിൽ 100 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെവലിൽ ഒരു 10 പേരുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഒരു 1000 രൂപ കിട്ടും. ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്നതിനനുസരിച്ച് 40 ലെവലിൽ നിന്ന് നമുക്ക് വരുമാനം വരുന്നുണ്ട്. ഒന്നും രണ്ടുമല്ല, 40 ലെവലിൽ നിന്ന്. അത് നമുക്ക് 4x വരെ. അപ്പൊ 1,00,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 4,00,000 രൂപ വരെ കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് 3 ലെവലിൽ ബിസിനസ് നടന്നിട്ടുണ്ടാവണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തി, അയാൾ മറ്റൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അയാളിലൂടെ വേറൊരാൾ വരുന്നു. അപ്പൊ 3 ലെവലായി. ആ 3 ലെവലിൽ എത്ര ഡോളർ എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, $100 വന്നാലും മതി. $100 3 ലെവലിൽ ബിസിനസ് വരണം. അതോടൊപ്പം തന്നെ 5 ഡയറക്റ്റ് റെഫറലും നമുക്ക് വേണം. അത് $1,000 എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ $2,000 പറയുന്നില്ല, $100 വന്നാൽ മതി. $100 5 ഡയറക്റ്റ് റെഫറലും, അല്ലെങ്കിൽ മിനിമം 3 ലെവൽ ബിസിനസ്സും ഉണ്ടെങ്കിൽ നമുക്ക്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് $100 ആണെന്ന് വിചാരിക്കുക, അതിന്റെ ഒരു 10 മടങ്ങ് ടോട്ടൽ നമ്മുടെ താഴെ ബിസിനസ് നടന്നിട്ടുണ്ടാവണം എന്ന് പറഞ്ഞാൽ ഒരു $1,000. അത് എന്തായാലും വളരെ സിമ്പിൾ ആയിട്ട് വരാവുന്നത്. ഈ 3 ക്രൈറ്റീരിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 4,00,000 രൂപ വരെ നമുക്ക് അതിൽ കിട്ടും. മറിച്ച് 4,00,000 രൂപ കിട്ടുമ്പോൾ നമുക്കറിയാം, ഒരു 3,00,000 വിഡ്രോ ചെയ്ത് വീണ്ടും 1,00,000 ചെയ്താൽ വീണ്ടും അങ്ങനെ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് നമ്മളെ ഈ ഒരു ഇൻകം സ്ട്രക്ചർ. ഇതിൽ 40 ലെവൽ വരെ നമുക്ക് ഇൻകം കിട്ടും. 40ാമത്തെ ലെവൽ വരെ ഇൻകം കിട്ടണമെങ്കിൽ നമുക്ക് 12 ഡയറക്റ്റ് റെഫറൽ വേണമെന്നില്ല. അത് മിനിമം ഡയറക്റ്റ് റെഫറൽ വന്നാൽ മതി. ഇനി ഇവിടുത്തെ പ്രത്യേകത നമുക്കറിയാം, ഇത് തന്നെ നമുക്ക് വലിയൊരു ഇൻകം കിട്ടും. നമുക്ക് ഡെയിലി ഒരാൾ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 100 ദിവസം അയാൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 15% നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഇവിടെ നമ്മൾ ഇങ്ങനെ പല ലെവലായിട്ട് പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഈ ഒരു ബിസിനസ് നടന്നു പോകുന്നത് ലിങ്ക് ത്രൂ ആണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു 10 പേരെ ഡയറക്റ്റ് റെഫർ ചെയ്താൽ അതിൽ ആദ്യം ഞാൻ ലിങ്ക് അയക്കുന്ന ആള് എന്റെ ഫസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം ജോയിൻ ചെയ്യുന്ന ആൾ അതിന്റെ താഴെ, ഇങ്ങനെ 2 ചാനലായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് ലെവലായിട്ടാണ് വരുമാനം വരുന്നതെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നത് 2 ചാനലിലൂടെയാണ്. ബൈനറി എന്ന് പറയും. അപ്പൊ ഞാൻ എന്റെ ലിങ്കിലൂടെ 10 പേരെ ജോയിൻ ചെയ്താൽ, ഒരു ലിങ്ക് ത്രൂ ആണ് ചെയ്തതെങ്കിൽ ആ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത താഴെ 9 പേര് ജോയിൻ ആയിട്ടുണ്ടാവും. ഇനി അപ്പുറത്തെ സൈഡിൽ ഒരു 5 പേരെ ചെയ്താൽ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ആളുടെ താഴെ 4 പേരുണ്ടാവും. അങ്ങനെയാണ് ബിസിനസ് ചെയ്യുക. അത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, അവിടെയും നമുക്ക് വരുമാനമുണ്ട്. അവിടെ നമുക്ക് വരുമാനം കൊടുക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഒരു $1,000 മാച്ച് ചെയ്താൽ നമ്മൾ റൂബി എന്ന് പറഞ്ഞ റാങ്കിലാവും. $1,000 മാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരണോ? ഇല്ല. ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മളെ തൊട്ട് മുകളിൽ ആള് ലിങ്ക് അയക്കുന്നത് നമ്മളെ താഴെ അയക്കും, അതിന് മുകളിൽ ആള് ലിങ്ക് അയക്കുന്നു, ചിലപ്പോൾ ഒരു പക്ഷെ നമ്മളെ താഴെ അയക്കും. ഇനി അവരിലൂടെ വന്നാൽ മതി. ഒരു ടീമായിട്ട് വന്നാൽ മതി. ടീമായിട്ട് 1000
ഡോളർ ബിസിനസ് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഫസ്റ്റ് റാങ്ക് റൂബി എന്ന് പറഞ്ഞ റാങ്കിലെത്തും. $5000 മാച്ച് ആയാൽ നമ്മൾ സിൽവർ എന്ന് പറഞ്ഞ റാങ്കിലെത്തും. ഇവിടെ $5000 മാച്ച് ആവുന്ന സമയത്ത് സിൽവർ റാങ്കിലെത്തുമ്പോൾ നമുക്ക് വൺ ടൈം ആയിട്ട് ഒരു $100 കമ്പനി വരുമാനം തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് നമ്മളൊരു $10000 മാച്ച് ചെയ്യുമ്പോൾ പേൾ എന്ന് പറഞ്ഞ റാങ്കിലെത്തും. ഇവിടെ നമുക്കൊരു $200 കമ്പനി വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ റാങ്കിലും നമുക്ക് ഇങ്ങോട്ട്, അത് ഞാൻ ആ റാങ്കിന്റെ PPT എടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓരോ റാങ്ക് $25000 മാച്ച് ചെയ്യുന്നു, $50000. ഇവിടെ ഈ റാങ്കിൽ നമുക്ക് വരുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ഇവിടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു റാങ്ക്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ടോട്ടൽ റാങ്കിൽ വരുന്ന ഒരു ബെനിഫിറ്റ് പറഞ്ഞതിന് ശേഷം വരാം. നോക്കാം, ഇവിടെ സിൽവർ എന്ന് പറഞ്ഞ റാങ്കിൽ ഞാൻ പറഞ്ഞു ഒരു $100 വൺ ടൈം നമുക്ക് വരുമാനം തരുന്നുണ്ട് $5000 മാച്ച് ചെയ്യുമ്പോൾ. അതുപോലെ പേൾ എന്ന് പറഞ്ഞാൽ $10000 മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് $200. ഇത് നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ടുവരുന്നതല്ല, ടീമിന്റെ വർക്കായിട്ട് വന്നാൽ മതി. അതുപോലെ $2500 മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു $300 നമുക്ക് വരുന്നുണ്ട്. ഇനി അടുത്ത റാങ്ക് പറഞ്ഞാൽ പ്ലാറ്റിനം എന്ന് പറഞ്ഞ റാങ്കാണ്. പ്ലാറ്റിനം എന്ന് പറഞ്ഞ റാങ്കിൽ $50000 മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കാർ ഫണ്ട്, നമുക്ക് ഒരു ₹1,00,000 കാർ ഫണ്ട് തരുന്നു. ഇത് നമ്മൾ കാർ എടുക്കണം, അതിന് നമ്മൾ എവിടുന്നാണ് എടുക്കുന്നത് അവിടേക്ക് കമ്പനി എന്ത് ചെയ്യുന്നു, അയച്ചു തരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം അതിന് തൊട്ട് മുകളിൽ നമുക്കറിയാം, ഇവിടെ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യുക, ഡോൺ പിൻ എന്ന് പറഞ്ഞ റാങ്കാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, അതിനു മുമ്പ് ഞാൻ ഈ ഒരു PPT തന്നെ ചെറിയൊരു കാര്യം പറയുന്നു. നമ്മൾ ഞാൻ പറഞ്ഞു $1,00,000 മാച്ച് ചെയ്താൽ $1,00,000 മാച്ച് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു $500 മാസം വരുമാനമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പലപ്പോഴും $500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് അല്ലെങ്കിൽ ഒരു 50,000 രൂപയ്ക്ക് അടുത്തുള്ള ഒരു ഫിഗർ ഒരു മാസം നമുക്ക് ഇൻകം വരികയാണ്. ആകെ വേണ്ടത് നമുക്ക് $1,00,000 ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്യാൻ നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ടുവരേണ്ട, ഒരു ടീം വർക്കായിട്ട് വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് വരുന്ന വരുമാനമാണ്. അതോടൊപ്പം തന്നെ $2,00,000 മാച്ച് ചെയ്താൽ ടോട്ടല് നമുക്കൊരു $1,000 മന്ത്ലി ഇൻകം ആയിട്ട് വരുന്നു. അതായത് ₹1,00,000 അടുത്തൊരു മാസ വരുമാനം. ഇന്ന് നിലവിൽ ഈ വരുമാനം വാങ്ങിക്കുന്ന നിരവധി പേര് ഈ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന് തൊട്ട് മുകളിലുള്ള റാങ്ക് ഞാൻ ഇവിടെ പറഞ്ഞു, ഡോൺ പിൻ എന്ന് പറഞ്ഞ റാങ്ക്. ഇപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്നുള്ളത്. അതായത് ഇപ്പൊ ഡോൺ പിൻ എന്ന് പറഞ്ഞാൽ ഒരു $10,00,000 മാച്ച് ചെയ്താൽ ലെഫ്റ്റും റൈറ്റും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡോൺ പിൻ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് നമ്മൾ എത്തുന്നു. അവിടെ നമുക്ക് ഒരു BMW 5 സീരീസ് വണ്ടി കമ്പനി എന്ത് ചെയ്യുന്നു, നമുക്ക് തരുന്നു. അതോടൊപ്പം തന്നെ 1% ഗ്ലോബൽ ടേൺ ഓവറിന്റെ ഈ കമ്പനിയുടെ, നമുക്കറിയാം ഇത്രയും വലിയൊരു കമ്പനിയുടെ 1% ഈ ഒരു റാങ്കുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതോടൊപ്പം അടുത്ത റാങ്ക് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ $50,00,000 മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡർ പിൻ എന്ന് പറഞ്ഞ റാങ്കിൽ എത്തുന്നു. അവിടെ നമുക്ക് ഒരു BMW 7 സീരീസ് വണ്ടി, അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് G-Wagon, നമ്മൾ ഒരുപാട് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അവിടെയും ഗ്ലോബൽ ടേൺ ഓവറിന്റെ ഈ റാങ്കിൽ എത്തുന്ന ആളുകൾക്ക് 1% ഡിവൈഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഏറ്റവും ഫൈനൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഒരു ബുർജ് ഖലീഫയിൽ ഒരു ഫ്ലാറ്റ്. നമുക്ക് അതിന്റെ ഏറ്റവും ടോപ്പ് റാങ്കാണ് എംബറർ പിൻ എന്ന് പറഞ്ഞ റാങ്കിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്ലോബൽ ടേൺ ഓവറിന്റെ 1% ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതോടൊപ്പം തന്നെ ബുർജ് ഖലീഫയില് ഒരു ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ്. അപ്പൊ പലപ്പോഴും ഈ ഒരു ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് പല ആളുകളെ സംബന്ധിച്ചും ഡൗട്ട് ഉണ്ടാവും, ഇത് നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ കമ്പനി തരുമോ, അല്ലെങ്കിൽ കമ്പനി പകുതി വെച്ച് നിർത്തിപ്പോവും, ഇങ്ങനെയൊക്കെ സംശയമുള്ള ആളുകളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക, ഇതിന്റെ പ്രോജക്റ്റുകളെ പറ്റി മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യം, ഇപ്പൊ നമ്മളെ മാനേജ്മെന്റ് ബെൽജിയത്താണ്. അതായത് ഈ ഒരു കമ്പനി ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ടെലിഗ്രാമിലും അതോടൊപ്പം തന്നെ എക്സ് ഹാൻഡിലും പ്രൊമോട്ട് ചെയ്യുന്നു, ഡിബേറ്റുകൾ നടക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു, ഇതിന്റെ ഇൻകം ജനറേഷനെ കുറിച്ച് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ടോക്കണെ പറ്റി, നല്ലൊരു ടോക്കണെ പറ്റി ആളുകൾ പഠിക്കാൻ തുടങ്ങുന്ന വലിയൊരു കാര്യമാണ്. ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ പ്രൊമോഷന് വേണ്ടി യൂറോപ്യൻ പ്രീമിയർ ലീഗിൽ ഒരു ടീമിനെ പർച്ചേസ് ചെയ്തു. അതിന്റെ ഓപ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി മാനേജ്മെന്റ് പോയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ നാട്ടിലൊക്കെ IPL ഒക്കെ വരുന്ന സമയത്ത് ചെറിയ എമൗണ്ടിനൊക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ എമൗണ്ട് നമ്മൾ ആയിട്ട് കമ്പയർ ചെയ്യല്ല, പക്ഷെ IPL ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 100 കോടി ഇൻവെസ്റ്റ്മെന്റ് വന്ന ടീമുകൾ ഇന്ന് വലിയ രീതിയിൽ ടേൺ ഓവറിലേക്ക് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കമ്പനിക്ക് അത്രയേറെ പ്രൊമോഷൻ കിട്ടാൻ പോകുന്ന ഒരു പ്രോഗ്രാം. ഇങ്ങനെ വലിയൊരു ക്യാൻവാസിൽ റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് പ്രോജക്റ്റ് ടെസ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക.
നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടാലും ആ സ്വപ്നങ്ങളിലേക്ക് എത്താൻ സ്ട്രെങ്ത് ഉള്ള ഒരു വാഹനമാണ് ഈ ഒരു പ്രോജക്ട് ടെസ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു അരുൺ സർ, താങ്ക് യു സോ മച്ച്. ഈ ഒരു പ്രോഗ്രാം ഫുള്ളി അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയും. പ്രോഗ്രാമിന് ശരിക്കും പറഞ്ഞു നെഞ്ചിൽ പോയി കഴിഞ്ഞാല് ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം ആയിട്ട് തന്നെ നമ്മൾക്ക് ലൈഫ് ചേഞ്ചിങ് പ്രൊജക്റ്റ് ആയിട്ട് നമ്മൾക്ക് എടുക്കാം. ഇപ്പൊ സാറ് പറഞ്ഞു തന്ന കാര്യങ്ങള് ഇതിലും നന്നായിട്ട് ഇതിലും സിമ്പിൾ ഈ ഒരു പ്രൊജക്ട് ധരിപ്പിക്കാനായിട്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രത്തോളം പുതിയൊരു വ്യക്തിക്ക് പോലും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയ സാറ് പത്ത് നമ്മൾക്ക് ഈ ഒരു പ്രൊജക്ടിനെ സ്റ്റാർട്ടിങ് കേട്ടുന്ന ഇപ്പൊ ആദ്യമായിട്ട് ഈ ഒരു ക്രിപ്റ്റോ മേഖലയിലേക്ക് ആളുകൾക്ക് ചിലപ്പോ ചില വാക്കുകൾ ടഫായിട്ട് തോന്നിയിരിക്കാം. ഞാനും അതുപോലെ തന്നെയായിരുന്നു. ഇത് പറ്റുമോ എന്നൊരു പേടി. നമ്മൾക്ക് ഓരോ ദിവസം ചെല്ലും തോറും ഇതിന്റെ അറിവുകൾ കൂടി കൂടി വരുമ്പോ ഇതൊക്കെ നമ്മൾക്കും സാധ്യമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകും. അത് ഈ ഒരു പ്രൊജക്ടിലൂടെ സാറ് പറഞ്ഞ ഈ ഒരു വരുമാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ഇതിൽ തുടക്കക്കാരായിരുന്ന പകച്ചു നിന്നിരുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ ഇന്ന് വരുമാനം കയ്യിലേക്ക് എത്തുമ്പോൾ കൂടുതൽ കൂടുതൽ അറിവുകളും കൂടെ അതിന്റെ കൂട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം കേട്ട ആരും ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഇതൊക്കെ ഇത്തിരി വിദ്യാഭ്യാസം ഉള്ളവർക്ക് പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഒത്തിരി അറിവുള്ളവർക്ക് പറ്റുന്നതാണെന്നൊന്നും വിചാരിക്കേണ്ട. ഈ ഒരു പ്രോഗ്രാം നമുക്ക് കേട്ട് കഴിഞ്ഞ് നിങ്ങളിപ്പോ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആളുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. എന്താണ് ഇതിൽ സ്റ്റാർട്ടിങ് ഞാൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അവരോട് ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അവസരങ്ങൾ ഒരിക്കലും മാത്രമേ നമ്മൾക്ക് കിട്ടുള്ളൂ. ഇനി ഒരു അവസരം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കേണ്ട. ഞാൻ നല്ലൊരു പ്രൊജക്ടിനെ തേടി നടക്കുന്ന സമയത്ത് എന്റെ കൈകളിലേക്ക് എത്തിയ പ്രൊജക്ട് ടെസ്. വളരെ എന്താ പറയാ ഡൗട്ട്സ് നിന്നിട്ടുണ്ട്. 3-4 പ്രൊജക്ട് ഒരുമിച്ച് തന്നെ എന്നിലേക്ക് വന്നപ്പോ ഏത് പ്രൊജക്ട് സ്വീകരിക്കണമെന്ന് ഡൗട്ടായിട്ട് നിന്ന സമയത്ത് ഈ പ്രൊജക്ടിനെ പറ്റി ഒന്നും കൂടി 2-3 വട്ടം കേൾക്കാനായിട്ട് തയ്യാറായി പൂർണ്ണമായിട്ടും ഈ ഒരു മാനേജ്മെന്റിനെ പറ്റി മനസ്സിലാക്കിയപ്പോ നമ്മൾക്ക് എന്ത് തന്നെ ആയാലും നമ്മളെ കൂട്ടത്തില് കൈപിടിച്ചു കൊണ്ടുവരാനായിട്ട് ധൈര്യത്തോടെ നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്നും നമ്മളെ ഫേസ് വാല്യൂ നഷ്ടപ്പെടാതെ നമ്മൾക്ക് മുന്നോട്ട് ലൈഫ് ലോങ് നമ്മൾക്ക് ഇതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്നും നമ്മളുടെ കൂടെ നമ്മളെ കൈപിടിച്ച് നടത്തിക്കുന്ന ലീഡേഴ്സ് എല്ലാവരും ഒന്നേ എന്ന് പറയുന്ന ലക്ഷങ്ങളും കോടികളും ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ് നമ്മുടെ മുന്നിലുള്ള നമ്മുടെ ടോപ്പ് 8 ലീഡേഴ്സ് അടക്കം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബിസിനസ് എല്ലാവർക്കും സാധിക്കുന്ന ഒരു ബിസിനസ് ആണ്. എല്ലാം പഠിച്ചുകൊണ്ട് ഞാൻ തുടങ്ങത്തുള്ളൂ, ഞാനൊന്ന് പഠിക്കട്ടെ എന്നൊക്കെ ചില ആളുകൾ ഈ ഒരു ബിസിനസ് പറയുന്ന സമയത്ത് 1 മാസം ഇതിനെപ്പറ്റി പഠിക്കട്ടെ, 3 മാസം ഇതിനെപ്പറ്റി പഠിക്കട്ടെ. കമ്പനി നല്ല ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം നമ്മളുടെയാണ് നഷ്ടമാവത്തുള്ളൂ. കമ്പനി നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. നമ്മൾ കമ്പനിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ ആരാണോ ഇൻവൈറ്റ് ചെയ്തത് ഇതുവരെ നാളെ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ജോയിൻ ചെയ്യുക. നാളെ തന്നെ നിങ്ങളെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു കമ്പനിയുടെ ഭാഗമായി മാറുക. ഒരിക്കലും അടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തിനായാലും ഈ ഒരു പ്രൊജക്ടിനെ പരിചയപ്പെടാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്റെ ലൈഫിലെ ഏറ്റവും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ ഈ ബിസിനസ്സിനെ എടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയങ്ങൾ ഈ ഒരു 1 അവർ നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമില്ല എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം പണം എന്ന് പറയുന്ന സമയത്തിനെയാണ് പണമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു മണിക്കൂർ വളരെ വാല്യുബിൾ ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ താല്പര്യമുള്ളവരും തീരുമാനമെടുത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയത് തന്നെ ഈ ഒരു പ്രോഗ്രാമിന് മുന്നിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ ബിസിനസ് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയാ ഈ ഒരു പ്രൊജക്ടിനെ എന്നിലേക്ക് ആ വ്യക്തിക്കും ദൈവത്തിനോട് നന്ദി കൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.